കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും ഇന്ന് റെയിൽവേ പോലീസിന് കൈമാറിയേക്കും. വിശദാംശങ്ങളുമായി ചേർന്ന് ശ്രീജിത്ത് ശ്രീകുമാറാണ്. ശ്രീജിത്തെ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ലഹരി വിരുദ്ധ വാർത്തയായി നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പ്രേക്ഷകനായ ഷഫീർ മണ്ണാർക്കാട് പറഞ്ഞിട്ടുണ്ട്, ഈ മദ്യലഹരിയിൽ പോസ്റ്റും കമന്റും ഇടുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ റെയിൽവേ പാളത്തിൽ കൊണ്ടുപോയി പോസ്റ്റ് ഇടുന്നവരെ ആദ്യമായി കാണുകയാണെന്ന്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? വിവരങ്ങൾ. മറിച്ച് വിൽക്കാൻ വേണ്ടിയാണ് ക്രിസ്റ്റീന ഈ പോസ്റ്റ് തങ്ങൾ അവിടെ നിന്ന് എടുത്തതെന്നാണ് ഈ രണ്ടുപേരും രാജേഷും അരുണും മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷെ പോലീസ് അത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. റെയിൽവേ പോലീസിന് ഇവരെ ഇന്ന് തന്നെ കൈമാറിയേക്കും. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ റെയിൽവേ പാളത്തിന് കുറുകെ ഇത്തരത്തിൽ ടെലിഫോൺ പോസ്റ്റ് ഇട്ട് രീതിയിൽ കണ്ടെത്തിയത്. രണ്ടുപേരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഒരു ആശങ്ക ഈ വിഷയത്തിലുള്ളത്. നിലവിൽ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ റെയിൽവേ പാളത്തിന് കുറുകെയൊക്കെ പോസ്റ്റ് കൊണ്ടിടുന്നത് എന്നതിനെ കുറിച്ച് പോലീസിന് ഒരു ആശങ്കയുണ്ട്. അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമം ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പ്രാഥമികമായ അന്വേഷണത്തിൽ അത്തരത്തിലൊന്നുമില്ല. എന്തായാലും മൊഴി നൽകിയിരിക്കുന്നത് തങ്ങൾ മദ്യലഹരിയിലായിരുന്നു, അങ്ങനെ കൊണ്ടുപോയി ഇട്ടു. അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് തൊട്ടു പുറകെ കൊണ്ടുപോകാമെന്നായിരുന്നു വിചാരിച്ചിരുന്നതെന്നാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ രാജേഷും അരുണും പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്തായാലും ഇന്ന് തന്നെ കൈമാറും. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷെ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇങ്ങനെ മദ്യലഹരിയിലാണെങ്കിലും ഇത്തരത്തിൽ പോസ്റ്റൊക്കെ കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിന് കുറുകെ ഇടുന്നത് വലിയ തരത്തിലുള്ള കുറ്റകരമായ കാര്യമാണെന്ന് അവർക്ക് ഇന്നലത്തോടുകൂടി ബോധ്യം വന്നിട്ടുണ്ട്. അത് മദ്യത്തിന്റെ കെട്ടെല്ലാം ഇറങ്ങിയപ്പോഴാണ് അവർക്ക് ആ കാര്യം ബോധ്യം വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ ശ്രീത്ത്, എല്ലാവർക്കും അത് ബോധ്യമാണ്. ഈ ലഹരി എന്ന് പറയുന്നത്, ലഹരി എന്ന് ശരീരത്തിൽ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് മാരകമായ ഒരു ഉദാഹരണമാണ്. ടെലിഫോൺ പോസ്റ്റ് എടുക്കുക, നേരെ റെയിൽവേ പാളത്തേക്ക് പോവാ, പാളത്തിന്റെ കുറുകെ അത് ഒരു തവണ മാറ്റിയത് വീണ്ടും കൊണ്ടുവെക്കുന്നു. ഈ അധ്വാനം ഇവര് പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചിരുന്നെങ്കിലേ ചിരിച്ചു തള്ളേണ്ട കേസല്ല, കാരണം വലിയ അപകടമാണ് ഒഴിവായത്. അതുവഴി ആ നാട്ടുകാരുടെ ശ്രദ്ധയിൽ പതിഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയ വലിയ ദുരന്തം ഉണ്ടായേനെ.